ഒരു മദ്യപാനി കുടിച്ച് സ്വയം നശിക്കുമ്പോൾ അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മറ്റുള്ളവരുടെ മൗനം ആ കുടുംബത്തെയും സമൂഹത്തെയും തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ്. ചില വീടുകളെല്ലാം രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദമായിട്ട് ഉറങ്ങുമ്പോഴെല്ലാം ചില വീടുകൾക്കുള്ളിൽ അലർച്ചകളാണ്, കരച്ചിലുകളാണ്, വേദനകളും പ്രാർത്ഥനകളുമാണ്. ഒരിക്കലും എനിക്ക് ഈ ജീവിതത്തിൻ്റെ ഈ ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മോചനമുണ്ടാകുമോ എന്ന് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ താനൊരു സ്ത്രീയല്ലേ, തനിക്ക് എങ്ങനെ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയത്തില്ല. ആരുടെയെങ്കിലും സഹായം ചോദിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. നീ ഒരു പെണ്ണാണ്, നീ എന്തു വന്നാലും സഹിക്കേണ്ടതാണ് എന്നുള്ള മറ്റുള്ളവരുടെ ഓർമ്മപ്പെടുത്തലുകൾ ഏറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരാൾ മദ്യത്തിൽ മുങ്ങുമ്പോൾ മറ്റേയാൾ സഹനത്തിൽ മുങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ ലോകം മദ്യം മൂടുമ്പോൾ നിൻ്റെ ലോകം മൗനം മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ മൗനത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് നിനക്ക് അർഹതയുള്ള ജീവിതം ജീവിക്കാൻ ഇവിടെ എല്ലാവിധമായ സാഹചര്യങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തന്നെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഈ ഒരു മദ്യം കാരണമുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകൾക്ക് അറുതി ഉണ്ടാക്കേണ്ട സമയം ഇത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിൻ്റെ മൗനം ചിലപ്പോൾ സഹനമല്ല, അത് നിൻ്റെ കുടുംബം തകർന്നു പോകാനുള്ള താക്കോലായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ നിശബ്ദമായി എല്ലാം സഹിക്കുന്നു എന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അല്ല ഒരിക്കലും, അത് നിൻ്റെ മനസ്സ് ദിവസേന തകർന്നു പോകാനുള്ള വഴിയാണ്. പലരും പറയുന്നത് പോലെ സ്ത്രീ ആകട്ടെ സഹിക്കണം, സഹനം തന്നെയാണ് സ്ത്രീയുടെ സ്നേഹമാണ് സഹനം. അതൊന്നും ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. പക്ഷെ നീ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ ആ സഹനം ആരെ രക്ഷിക്കുന്നുവെന്ന്? മദ്യപാനിയായ നിൻ്റെ ഭർത്താവിനെ ആകുമോ അത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ കുട്ടികളെ ആയിരിക്കുമോ? അല്ല, ഇത് പലപ്പോഴും നിൻ്റെ ആത്മാവിനെയും വീട്ടിലെ സമാധാനത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വിപത്ത് തന്നെയാണ്. നിൻ്റെ ഈ ഏറ്റവും വലിയ വിപത്ത് മൗനം തന്നെയാണ്. അല്ലാതെ മദ്യപാനിയേക്കാൾ വിപത്താണ് നിൻ്റെ മൗനം എന്നതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും ഒരു ഉപദേശമല്ല, ഇതൊരു ബോധവൽക്കരണമാണ്. നിനക്ക് തനിക്കുള്ള കരുത്ത് തിരിച്ചറിയാൻ നിൻ്റെ കണ്ണുനീർ കൊണ്ട് ഒരു മദ്യപാനിയെ മാറ്റാൻ ഒരിക്കലും കഴിയത്തില്ല. ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് കൊണ്ടൊരു മദ്യപാനിയെ മാറ്റാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ നിൻ്റെ ബോധം കൊണ്ടുള്ള നിൻ്റെ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ കൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്തിയെടുക്കാനും നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും തീർച്ചയായിട്ടും കഴിയും. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ആകയാൽ ഇതെല്ലാം നിൻ്റെ വിധിയാണ്, നിൻ്റെ തലയിലെഴുത്താണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പേന നിൻ്റെ കയ്യിലേക്ക് ഇതാ ഞാൻ തരികയാണ്. ഈ പേന കൊണ്ട് നിൻ്റെ വിധി നിനക്ക് എഴുതി തുടങ്ങാനുള്ള എല്ലാവിധമായ അവകാശങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരോ, അത് ഭാര്യയാവട്ടെ ആരാണോ, ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അധികം സഹവസിച്ച് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അയാൾ ഏത് തരത്തിൽ മദ്യപിക്കുന്നു, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെ മാറ്റുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തീർച്ചയായിട്ടും മോചനം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയം യാതൊരു അർത്ഥവുമില്ലാതായി പോവും. ബോധമുള്ളൊരു ഭാര്യ, കരുത്തുള്ളൊരു അമ്മയായി മാറണം, ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ കരുത്ത് കാണിക്കാൻ ചാടിക്കയറി മൂക്കിനിടിക്കുകയല്ല വേണ്ടത്. അതൊന്നുമല്ല ഇതിൻ്റെ പരിഹാരം. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുന്ന ഓരോ വാക്കുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകളെല്ലാം നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമേ ചോദിക്കുന്നതാണ്, ഇന്നും കുടിച്ചുവല്ലേ, ഈ നശിച്ച മദ്യപാനം നിങ്ങളെ നശിപ്പിക്കും എന്നുള്ള വാക്കുകളൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകൾ കൊണ്ട് സത്യത്തിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ഗുണമാണോ അതോ ദോഷമാണോ? നമുക്ക് തുടങ്ങാം ഈ ഒരു യാത്ര. സഹനത്തിൽ നിന്ന് ബോധത്തിലേക്ക്, ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കും, നാശത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്കും നിങ്ങൾ വന്നെത്തേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, മദ്യപാനം എന്നതൊരു രോഗമല്ല, മറിച്ച് അത് മാനസിക അടിമത്തമാണ്. അതിനെ എങ്ങനെ തിരിച്ചറിയാം? പലപ്പോഴും മദ്യം ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് മനസ്സിൻ്റെ അടിസ്ഥാനം തന്നെ തകർത്ത് കളയാറുണ്ട്. ആദ്യം അത് സന്തോഷത്തിനായി തുടങ്ങും, പിന്നെ പല കാര്യങ്ങളും മറക്കാനായി, അവസാനം ഒന്നുമില്ലാതെ നിലനിൽക്കാനാവാത്ത ഒരു ദുരന്തമായിട്ട് മാറുകയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെയെല്ലാം മദ്യപിക്കാനുള്ള കാരണങ്ങളെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മദ്യം തന്നെ മദ്യപിക്കാനുള്ള ദുഃഖങ്ങളെയും കാരണങ്ങളെയും സ്വയം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കുഴപ്പവുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ദുഃഖങ്ങളെ സ്വയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത് മദ്യത്തിന് വേണ്ടി മദ്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെയധികം ദുഃഖത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തുള്ള ഇമോഷൻസ് വരാറുള്ളൂ? ദുഃഖവും സന്തോഷവും ഒക്കെ മദ്യപിക്കാത്തവർക്കും ഉണ്ടാവാറുണ്ട്. മദ്യപിക്കുന്ന ഒരു വ്യക്തി കരുതുന്നത് മദ്യം അവന് ഒരു തണലാണെന്നാണ് ഈ പല പ്രശ്നങ്ങൾക്കും. പക്ഷേ അത് അവനെ നന്നായി തകർക്കുന്ന തീവെള്ളമാണ്. അത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഭാര്യയായ നീ അവനെ മദ്യപാനി എന്നല്ല, ഒരു മാനസികമായി കുടുങ്ങിയ മനുഷ്യൻ എന്നായിട്ടാണ് കാണേണ്ടത്. ആ മനുഷ്യനെ ആ ഒരു കുരുക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിങ്ങളിപ്പം നിങ്ങളെ ഭർത്താവ് മദ്യപാനിയാണ്, അദ്ദേഹത്തിന് നിങ്ങൾ ഈ ഒരു ഡി അഡിക്ഷൻ്റെ മരുന്നുകളൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ വെറുതെയാണ്. ആ വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് അത് പോയിട്ടില്ല എങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല എങ്കിൽ, ഇനി നിങ്ങൾ എത്ര മാരകമായിട്ടുള്ള മരുന്ന് കൊടുത്താലും അല്ലെങ്കിൽ ഏതൊക്കെ ഇഞ്ചക്ഷൻ കുത്തി വെച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതിലേക്ക് തന്നെ പോകും. അതിനൊരു തുടക്കം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ ഒരു മദ്യപാനി പറഞ്ഞു തരാത്ത കുറേ വേദനകളൊക്കെ അവർക്കുണ്ട്. പരാജയങ്ങളും തോൽവികളും സ്വയം വെറുപ്പും ഒക്കെയുണ്ട്. ആ എല്ലാം മറയ്ക്കാനാണ് മദ്യം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. അവർക്ക് തന്നെ മദ്യം നിർത്തണമെന്ന് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ നീയും മൗനമായിട്ട് ഇരിക്കുമ്പോൾ നീ അവനെ മാറ്റുന്നില്ല. നീ അവൻ്റെ തകർച്ചയ്ക്ക് നീ അറിയാതെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെ ആദ്യം തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഈ മൗനം ഒരു ബോധമായിട്ട് മാറണം. നീ അവനോട് ശബ്ദമുയർത്തണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ നീ തൻ്റെ ജീവിതത്തിൽ എന്ത് അംഗീകരിക്കണം, എന്ത് വേണ്ട എന്നത് വ്യക്തമാക്കണം. അതാണ് കരുത്ത്. മദ്യം ഒരു മയക്കുമരുന്നായിട്ട് കാണേണ്ടതില്ല. അതൊരു ബന്ധനമാണ്. അതിൽ കുടുങ്ങിയവന് ഒരു ബോധമുള്ള സ്നേഹം ആവശ്യമുണ്ട്. ആ സ്നേഹം നീ തന്നെ ആയിരിക്കും. പക്ഷേ ആ സ്നേഹം സഹനമല്ല. അതാദ്യം മനസ്സിലാക്കണം. അതാണ് ബോധവും കരുത്തും ചേർന്ന കാരുണ്യമാണ് വേണ്ടത്. അപ്പോൾ ഈ കാരുണ്യം കൊണ്ട് മദ്യപാനിയോട് കാണിക്കുന്ന കാരുണ്യം കൊണ്ട് മദ്യപാനി രക്ഷപ്പെടുമെന്നാണോ? അല്ല. അയാളുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടായി തുടങ്ങും. ഒരിക്കൽ നീ നിൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറയുമ്പോൾ അവൻ ആദ്യം ദേഷ്യപ്പെടും, പിന്നെ ഭയപ്പെടും, പിന്നീട് ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വിത്തായിട്ട് നിലനിൽക്കും. അതാണ് മാറ്റത്തിൻ്റെ തുടക്കം. നിൻ്റെ ഓരോ വാക്കുകളും ആ മനസ്സുകളിൽ ഓരോ വിത്തുകളായിട്ട് രൂപപ്പെടുത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ വളരെ തന്ത്രശാലി തന്നെയായിരിക്കും. മദ്യപാനി മാറ്റേണ്ടത് അവൻ്റെ ഭാര്യയല്ല, പക്ഷേ അവൻ്റെ ഭാര്യയാണ് അവനെ മാറ്റത്തിൻ്റെ കവാടങ്ങളിലേക്ക് നയിക്കേണ്ടത്. ഇവൻ കടന്നു പോകുമോ ഇല്ലയോ അത് ഇവൻ തീരുമാനിക്കട്ടെ എന്ന് നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നീ എങ്കിലും നിൻ്റെ ആത്മാവിനോട് വഞ്ചന ചെയ്യരുത്. സ്വന്തം ആത്മാവിനോട് ബോധമുണ്ടെങ്കിൽ, നിനക്ക് ബോധമുള്ള അവസ്ഥയിലായിരിക്കുകയാൽ നീ എന്ത് ചെയ്യല്? നിൻ്റെ ആത്മാവിനോട് വഞ്ചന കാണിക്കല്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ഈ മദ്യപാനികളുടെ വീട്ടിൽ വളരുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും നിഷ്കളങ്കമായ ഒരു സ്ഥലമുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് എവിടെയാണ് എന്നതാണ്. അത് ഒരു കുട്ടിയുടെ മനസ്സാണ്. ഈ ലോകത്തെ ഏറ്റവും നിഷ്കളങ്കമായത് ഒരു കുട്ടിയുടെ മനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞുങ്ങളെ പലരും ചൂഷണം ചെയ്യുകയും കുഞ്ഞുങ്ങളെ പലരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സ് അത്രത്തോളം നിഷ്കളങ്കമാണ്. പക്ഷേ മദ്യത്തിൻ്റെ ഗന്ധം നിറഞ്ഞ ഒരു വീട്ടിൽ ആ മനസ്സ് വളരുമ്പോൾ ആ നിഷ്കളങ്കത മൗനമായിട്ട് ചിതറിപ്പോവാറുണ്ട് പലപ്പോഴും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു കുട്ടി കസേരയുടെ പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ശബ്ദം പൊങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഭയം നിറയുമ്പോൾ അത് കുട്ടിയുടെ ബാല്യമാണ് നശിക്കുന്നത്. അതല്ല, അവൻ്റെ ഭാവിയും കൂടെയാണ് തകർന്നു പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ വീട്ടിൽ ബോധമുള്ള നീയും നിൻ്റെ ഭർത്താവുമായിട്ട് ബോധമില്ലാതായിരിക്കുന്ന അവസ്ഥയിലുള്ള ഭർത്താവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിക്കുകയാണ്. ഒരു കാര്യമില്ല. ഓരോ തർക്കവും ഓരോ ശാപവും ഓരോ നിലവിളിയും അവൻ്റെ മനസ്സിൽ ഓരോ അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതവൻ കാണിക്കില്ല, പറയില്ല. പക്ഷേ അത് അവനെ അകത്ത് നിന്ന് കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നീ കരുതുന്നുണ്ടാവും ഞാൻ മൗനം പാലിക്കുകയാണ്, ഞാൻ ഒന്നും മിണ്ടാറില്ല, കുട്ടിയൊന്നും അറിയാതെ ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ നീ ഒരു അമ്മയാണ്. അമ്മയെ ഞാൻ നിന്നോട് പറയുകയാണ്, കുട്ടികൾ കാണില്ലെന്ന് തോന്നിയാലും അവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. അവർ നിശബ്ദതയും ഭയത്തെയും വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവർ വളർന്നു വന്നാൽ അതേ രീതിയിലായിരിക്കും അവരുടെയും ചെയ്തികളെല്ലാം. അവൻ അച്ഛനെ പോലെയാകും അല്ലെങ്കിൽ അമ്മയെപ്പോലെ എല്ലാം സഹിക്കുന്നവളായിരിക്കും. ആ വർത്തമാനം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അവരുടെ ജീവിതത്തിലുടനീളം. ഇത് പ്രശ്നങ്ങളുടെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടും കൂടിയാണ് നിൻ്റെ മൗനം ഇനിയും നീ തുടരുകയാണെങ്കിൽ ഇത് അപകടകരം തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. നീ മൗനം പാലിക്കുമ്പോൾ നിൻ്റെ കുട്ടിക്ക് നീ പഠിപ്പിക്കുന്നത് അസത്യത്തെ സഹിക്കുക എന്നതാണ്.
ഒരു അക്രമത്തെ സഹിക്കുക എന്നതാണ് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ക്ഷമിക്കാം, നിങ്ങൾക്ക് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ കവിഞ്ഞുകൊണ്ട് ക്ഷമിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല എന്നും പറഞ്ഞ് ചാടിക്കേറി ഇടിക്കണമെന്നല്ല, അതല്ല നടപടി. നടപടിയുണ്ട്. യഥാർത്ഥമായ പരിഹാരത്തെ കണ്ടെത്തി പരിഹരിക്കുക എന്നതാണ് നടപടി. ആ പരിഹാരം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അറിഞ്ഞാൽ മാത്രമേ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. നീ നിൻ്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ബോധമുള്ളൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ, നീ നീതിയുള്ളൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ, നീ അവനെയും കൂടെ പഠിപ്പിക്കുകയാണ് സത്യത്തിനായി നിലനിൽക്കണം എന്നുള്ള സത്യത്തെയാണ് നീ ആ കുട്ടികളുടെ മുമ്പിൽ പകർന്നു കൊടുക്കുന്നത്. ജീവിതം സംരക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കുട്ടികളുടെ ജീവിതം. കുട്ടിക്ക് എല്ലാവിധ കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ സന്തുഷ്ടരാണ് എന്ന യാതൊരു അർത്ഥവും ഇവിടെ ഇല്ല. അത് സുരക്ഷയുടെ അനുഭവമാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ഇടയിലെ സമാധാനം തന്നെയാണ് കുട്ടിയുടെ ആത്മവിശ്വാസം. അതുകൊണ്ട് നീ മൗനം മുറിക്കുമ്പോഴെല്ലാം നീ ഒരു സ്ത്രീയായി മാത്രമല്ല, ഒരു അമ്മയായി ലോകം നിന്നെ മാറ്റുകയാണ്. ഇന്ന് തന്നെ നീ നിൻ്റെ ഈ ഒരു അവസ്ഥകളോട് യുദ്ധം ചെയ്തു തുടങ്ങാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്നത് ചെറുതല്ല. നീ തലമുറകളുടെ ഭാവി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ധൈര്യം ഇന്നൊരു കുഞ്ഞിന് നാളെ പ്രതീക്ഷയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും അതിനെ പരിഹരിക്കാനുള്ള എളുപ്പമാർഗങ്ങളെ കൂടെയാണ് നീ അവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്നുള്ള സത്യത്തെ ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. എങ്ങനെ നേരിടാം. ചാടിക്കയറി കണ്ണിപ്പെടുക്കണോ, ഇടിയുണ്ടാക്കണോ? സത്യത്തിൽ ഒരു ഭർത്താവ് ഒരു ബിയർ അടിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ ഇവിടെ മദ്യത്തിൻ്റെ ലഹരി ആവുന്ന സ്ത്രീക്കാണോ പുരുഷനാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു തമാശ രൂപേണയുള്ള ചോദ്യമാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. എങ്ങനെയാണ് ഒരു ഭർത്താവ് ചിലപ്പോൾ അടിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു അരയായിരിക്കും, അല്ലെങ്കിൽ ഒരു പൈൻ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള കണക്കിലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ക്വാർട്ടർ അങ്ങനെയൊക്കെയുള്ള കണക്കിൽ കിട്ടുന്നത്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചു എന്ന് കൂട്ടിയോ? അതിനേക്കാൾ കൂടുതൽ മദ്യത്തിൻ്റെ ലഹരി ഉണ്ടാകുന്നത് ആർക്കാണ്? ഭാര്യയ്ക്കാണ്. ചിലപ്പോൾ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് വീട്ടിനകത്ത് കയറി ഏതെങ്കിലും ഒരു കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ വയ്യാതെ ഈ മദ്യത്തിൻ്റെ റിയാക്ഷൻ കാണിക്കുന്നത് മിക്കപ്പോഴും ഭാര്യമാരാണ്. ഭാര്യമാർ ഇങ്ങോട്ട് വരിക, അയാൾ ഉറങ്ങിക്കിടക്കുന്ന അയാളെ നെഞ്ചത്ത് കയറി തൂക്കിയെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് പിന്നെ അവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ ലഹരികളാണ് കാണിക്കുന്നത്. ഭാര്യയ്ക്ക് ഇതിനകത്തുണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, ഈ ഒരു പിടുത്തം എന്നൊക്കെ പറയുന്നത് അത് ഭാര്യയാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങളിങ്ങനെ ചെയ്തു, ഞാൻ കാണിച്ചു തരാം, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ എന്താണ് അതിലൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ ആ സമയത്ത് എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്നാൽ നിങ്ങൾ പറയേണ്ട ചില വാക്കുകൾ പറയുന്നതുകൊണ്ട് കാര്യം ഉണ്ട് താനും. പക്ഷെ പറയേണ്ടാത്തതല്ല പറയേണ്ടത്. നിങ്ങൾക്ക് മുന്നോട്ടും ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ തുറന്നു പോയ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞും മണ്ടേ കയറി ഇടിച്ചും മൂക്കിടിച്ച് പരത്തിയൊക്കെ നിങ്ങൾക്ക് പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൊണ്ടുകൊണ്ട് ചതഞ്ഞറിഞ്ഞുകൊണ്ട് 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് ചതഞ്ഞറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പക്ഷേ ആ ജീവിതമാണ് നിങ്ങളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഭാവിയും വളരെ കഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേട്ട് അതുപോലെ ഇനി മുതൽ നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ ദിവസങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന രാത്രി എത്ര വലിയ ഭയാനകരമായ രാത്രിയിലാണ് നിങ്ങളുള്ളതെങ്കിലും തീർച്ചയായിട്ടും പകൽ നിങ്ങളുടെ മുന്നിൽ വന്നേ മതിയാവുകയുള്ളൂ. തീർച്ചയായിട്ടും പകലുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. പകൽ തീർച്ചയായിട്ടും ദൂരെയല്ല. ഈ രാത്രിക്ക് ശേഷമുള്ളത് പകലാണ്. പകലും രാത്രിയും മാറി മാറി വരുന്നതായിരിക്കും. കാരണം രാത്രി ഉള്ളത് കൊണ്ടാണ് പകലിന് ഇത്രത്തോളം പ്രസക്തി ഉണ്ടായത്. ഈ ലോകത്ത് നന്മയും തിന്മയും എല്ലാം ഉള്ളതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൻ്റെയും 2 വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എങ്ങനെ നേരിടണം? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പല സ്ത്രീകളും മൗനത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം. ഭർത്താവ് മദ്യപിച്ചെത്തുമ്പോൾ, അവൻ്റെ ശബ്ദമുയരുമ്പോൾ, അവൻ്റെ കണ്ണുകൾ തീ പിടിച്ച പോലെ ചുവന്നിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ഇപ്പോൾ നീ അവനെ മാറ്റാൻ പോകുന്നില്ല. നിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നീ അവൻ്റെ കൂടെ ഉച്ച ഉയർത്തി സംസാരിക്കേണ്ട ആവശ്യകതയില്ല, അല്ലെങ്കിൽ മറ്റുള്ള പ്രകോപനങ്ങൾക്കുള്ള കാരണങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നിൻ്റെ നിലപാട് വ്യക്തമായി കാണിക്കുന്നതും നിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നീ അവനോട് ചോദിക്കുക, നിനക്ക് എന്താണ് ആവശ്യം? നിനക്ക് 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നിനക്ക് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഈ മദ്യം, അല്ലെങ്കിൽ ഈ കുടുംബം. ഇത് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ വീണ്ടും ഇത് ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ കാര്യം നീ പറയുക. നിൻ്റെ വാക്കിൻ്റെ പിന്നിലെ സത്യസന്ധതയെ അയാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയും അതൊരു വിത്തായി അവിടെ കിടക്കുകയും ചെയ്യുന്നതായിരിക്കും.
നീ വീട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം നീ തന്നെ സമാധാനത്തിൻ്റെ ഉറവിടമാകേണ്ടതായിട്ടും കൂടെ ഉണ്ട്. മദ്യപാനിയോടുള്ള കോപമല്ല, അവൻ്റെ അജ്ഞതയോടുള്ള ബോധമാണ് വേണ്ടത്. അപ്പം അവൻ മദ്യത്തിൽ മുങ്ങുമ്പോൾ നീ നിൻ്റെ ബോധത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു വിൽ പവർ നീ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അവനെ നമുക്ക് നേരിടാനുള്ളൊരു മാർഗ്ഗം 3 ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറയുക. ഇത് എനിക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് എന്ന് നീ തന്നെ പറയണം. അവൻ്റെ തെറ്റ് നീ അംഗീകരിക്കുമ്പോൾ അവൻ അതിനെ സ്വാഭാവികമായും അതിനാൽ നിശബ്ദമായി ഇല്ല എന്ന് പറയാൻ അവൻ പഠിക്കണം. കാരണം സ്വാഭാവികമായിട്ട് നീ നിൻ്റെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണോ അത് കണക്കാക്കിയിരിക്കും. അപ്പോൾ പറയുക, എനിക്ക് സഹിക്കാൻ തീരെ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് ഒന്ന് മാറിക്കൂടാ, നിങ്ങളെ ഞാൻ എന്ത് സപ്പോർട്ടാണ്, എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടി, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുക. അതിനുവേണ്ടി ഞാൻ എന്ത് സപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് എന്ന് ഒരു ആദ്യം കൊടുക്കേണ്ടത് ഒരു ആത്മവിശ്വാസത്തിൽ കലർന്നിട്ടുള്ളൊരു ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൽ നമുക്കുള്ള ഒരു നിലയും വിലയും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കുന്നു, നിങ്ങൾ അയാളെ ഒരു കാരണവശാലും അയാളത്ത് പറയാൻ പാടില്ല മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തണം, ഇത് നിർത്തിയേ പറ്റൂ, ഇത് നിർത്തിയേ മതിയാവൂ, ഈ പരിപാടി ഇവിടെ തുടരാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഉപയോഗിക്കേണ്ട ചില സിമ്പിൾ വാക്കുകൾ വേറെയുണ്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പറയാൻ സാധിക്കും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കുടിക്കണോ, നിങ്ങൾക്ക് മദ്യപിക്കണോ, നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഒരിക്കലും മദ്യപിക്കാതിരിക്കുക. കാരണം നിങ്ങൾ മദ്യപിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ, നിങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾക്കാരും ഒഴിച്ചു തരാൻ പോലും പാടില്ല. നിങ്ങൾക്ക് ഒഴിച്ചു തരുന്നവൻ പോലും നിങ്ങൾ മദ്യപിക്കുന്ന കാര്യം അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മദ്യപിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിൽ മാത്രം നിങ്ങൾ മദ്യപിക്കുക. അല്ലാതെ അധികമായിട്ടുള്ള മദ്യപാനത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ഒരുപാട് മദ്യപിച്ചാലും അല്പം മദ്യപിച്ചാലും ഒരേ ലഹരി പോലെ തന്നെയാണ്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഈ ലഹരി ഉപയോഗിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനുമാണെങ്കിൽ ഈ സമാധാനവും സന്തോഷവും അനുഭവിക്കേണ്ട സമയത്ത് നിങ്ങൾ ബോധമില്ലാതായി പോയാൽ എന്ത് ഗുണം അതുകൊണ്ട്? ഞാൻ നിന്നോട് പറയുകയാണ്, ധ്യാനം, ആത്മീയത, ചിന്ത, പ്രാർത്ഥന എല്ലാം നിൻ്റെ മനസ്സിന് കരുത്ത് നൽകുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ നീ ഈ ഒരു യുദ്ധമാണ്, ഇത് മദ്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ്. ഈ യുദ്ധത്തിൽ നീ പങ്കെടുക്കുമ്പോഴെല്ലാം നിൻ്റെ മനസ്സിൽ വേണ്ടിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ, ആത്മവിശ്വാസം, നീ നിന്നെ വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ നിന്നെ വിശ്വസിച്ചില്ല എങ്കിൽ നീ വിശ്വസിക്കുക, ഇതിൽ നിന്ന് ഞാൻ മാറും, ഞാൻ ഇതിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കും എന്ന് നീ നിന്നെ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ ഈ ലോകത്താരും നിന്നെ വിശ്വസിക്കത്തുമില്ല, നിനക്ക് യാതൊരു വിലയും നൽകത്തുമില്ല. മദ്യപിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഊരി വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവൻ പലപ്പോഴും ഇരുട്ടിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നീ വെളിച്ചം ഒരിക്കലും കെടുത്താൻ പാടില്ല. ഒറ്റയടിക്ക് ഇന്ന് തന്നെ ഞാൻ ഇയാളുടെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടപടിയാവുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങളങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. മദ്യത്തെ നിർത്തണമെന്നുള്ള ചിന്ത നിങ്ങൾ വിട്ടേരെ, മദ്യത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ള ചിന്ത നിങ്ങൾ താൽക്കാലികമായിട്ട് അങ്ങ് വിട്ടേരെ. അത് നമ്മുടെ ലക്ഷ്യമാണ്, അതിന് താൽക്കാലികമായിട്ട് വിട്ടേരെ. നമുക്ക് എന്ത് വേണം, ഓരോ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ നമ്മൾ ഓരോ ചുവട് വെച്ചാലല്ലേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളൊരു മരം മുറിക്കുമ്പം അയാൾ 100 വെട്ട് വെട്ടിയിട്ടാണ് ആ മരം വീണത്. അപ്പോൾ അയാൾ ചിന്തിക്കുമോ, എങ്കിൽ 100ാമത്തെ വെട്ട് ആദ്യം തന്നെ വെട്ടിയെങ്കിൽ ഈ മരം അങ്ങ് വീണാനെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അല്ല, അങ്ങനെയല്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ മദ്യപാനം നിർത്തണം, എനിക്ക് ഈ മദ്യപാനത്തെ ഒഴിവാക്കണമെന്ന് അയാൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഭാര്യമാർ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ഒരു നശിച്ച ഈ ഒരു ശീലത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരണമെന്ന് അവർ തന്നെ പറയുന്ന പലപ്പോഴും നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു പ്രചോദനം, ഒരു ശക്തി അവർക്ക് പകരാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് നിങ്ങളിതെല്ലാം പറഞ്ഞു, പിറ്റേ ദിവസം ദാ കിടക്കുന്നു, ഇതെല്ലാം പറഞ്ഞ് ഇന്ന് നാളെ തൊട്ട് നിർത്താമെന്നൊക്കെ പറഞ്ഞ ആൾ പിറ്റേ ദിവസം ദാ കുടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്ക് ആഹാ, ഇന്നലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ ഇങ്ങനെയാണോ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കയറി കണ്ണിപ്പെടുക്കാമെന്നൊന്നും വിചാരിക്കല്ലേ, അതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ക്ഷമിക്കുക, നിങ്ങൾ എത്രത്തോളം താഴോട്ട് പോകുന്നോ അത് മറ്റുള്ളവരുടെ മനസ്സിൽ ചിന്തയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറേ കൂടെ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, കുറച്ചുകൂടെ ശ്രദ്ധിക്കൂ. അങ്ങനെ കുറേശ്ശെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. സത്യത്തിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, സമൂഹം നമ്മളെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നൊരു കഥ കൂടെ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. കാരണം എനിക്ക് വളരെ പരിചയമുള്ള എൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ അദ്ദേഹത്തിന് മദ്യപാനം എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ആ മദ്യപാനത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ പലപ്പോഴും ഈ മദ്യപാനികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നിർത്താൻ തയ്യാറാണ്, ഇതൊക്കെ എന്നെക്കൊണ്ട് സിമ്പിൾ കാര്യമാണ്, ഞാൻ ഒന്ന് വിചാരിച്ചാൽ മതി അപ്പോഴും ഞാൻ നിർത്തും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നടപടി ആവാറില്ല പലപ്പോഴും. അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് ഇദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കറിയാമല്ലോ പഴയ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവിടെയൊക്കെ ഈ മദ്യസൽക്കാരമുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലിമിറ്റില്ലാതെ കിട്ടുന്ന മദ്യമായതുകൊണ്ട് തന്നെ ലിമിറ്റില്ലാതെ കുടിക്കുകയും ലിമിറ്റില്ലാതെ മറ്റുള്ളവരെ അസഭ്യം പറയുകയും ലിമിറ്റില്ലാതെ അവിടെ കിടന്ന് കാണിക്കാൻ പറ്റാത്ത വേലത്തരം മൊത്തവും ഈ പുള്ളിക്കാരൻ കാണിക്കുന്നത് കാരണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ നിന്ന് വളരെ ആക്ഷേപിക്കപ്പെട്ട്, അല്ലെങ്കിൽ അവരെ സത്യത്തിൽ ഈ മദ്യപാനിയേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും നാണക്കേടും ഉണ്ടാകുന്ന ആ മദ്യപാനിയുടെ കുടുംബക്കാർക്കാണ്. അവിടുത്തെ കുട്ടികളും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും ഒക്കെ കൂടി ആ ഒരു ചുറ്റുവട്ടത്തിൽ ഇദ്ദേഹം കാണിക്കുന്ന ആ കോപ്രായങ്ങൾ കാരണമായിട്ട് അവിടെ ഒരു വല്ലാതൊരു ജാള്യത അനുഭവപ്പെടുന്ന അവസ്ഥകളുണ്ട്. അത് കാരണമായിട്ട് തന്നെ അവിടുത്തെ പല ഫംഗ്ഷനിലും ഈ പുള്ളിയുടെ കുടുംബത്തെയും വിളിക്കാറില്ല, ആൾക്കാർ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുടുംബത്തെ തന്നെ ആൾക്കാർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മദ്യത്തിൻ്റെ പേരിലല്ലേ? അപ്പോൾ ആ മദ്യത്തിൻ്റെ പേരിൽ ഇവരെ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ കുടുംബം ഒരിക്കലെങ്കിലും പോയി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. അർത്ഥമില്ലാത്തൊരു ജീവിതം. ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ല. ഞാൻ പെണ്ണല്ലേ, ഞാൻ സഹിച്ചോളാം, അയാൾ എന്തോ കാണിക്കട്ടെ, ഇടികൊള്ളാനും നമ്മളെ ഈ 4 ചുവരുകൾക്കകത്ത് കിടന്ന് ചവിട്ടി അരയ്ക്കപ്പെട്ട് എന്താ പറയുക, ഒരു നിലവിളി ശബ്ദം പോലും ഉയർത്താനാവാതെ ഈ വീടുകൾക്കുള്ളിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഒരു സഹോദരനായി തന്നെ കണ്ടുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എനിക്ക് എൻ്റെ സഹോദരിയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെയാണ് ഞാൻ നിങ്ങളോടെല്ലാം ഓരോ വ്യക്തികളോടും പറയുന്നത്. കാരണം അങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. ബോധമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന ക്രൂരതകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. എന്നാൽ ബോധമില്ലാത്തൊരു വ്യക്തിയിൽ നിന്ന് ഏൽക്കുന്ന ക്രൂരതകൾക്ക് യാതൊരു ലിമിറ്റും ഉണ്ടായിരിക്കത്തില്ല. അവർ അത്രത്തോളം നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടും അടിയും ഇടിയും തൊഴിയും എല്ലാം കൊണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ മദ്യപാനിയെ എങ്ങനെ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ആ ഒരു എപ്പിസോഡിൻ്റെ 1ാമത്തെ വീഡിയോ മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മളുടെ വീഡിയോയിലെല്ലാം ഉണ്ട്. നിങ്ങൾ എന്നാണോ ഇത് കാണുന്നത് അന്നേ ദിവസം തൊട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടി പോവുകയാണെങ്കിലും സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, അങ്ങനെ പോവുകയാണെങ്കിലും വരുന്നത് ആരാണ് നമുക്കൊരിക്കലും അറിയാൻ സാധിക്കത്തില്ല. കാരണം ഓരോ മനുഷ്യരും ഓരോ വ്യത്യസ്ത രീതിക്കാരാണ്. ഈ മനുഷ്യരെ എല്ലാവരെയും ഒന്നും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് ജീവിതം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം എന്ന് പറയുന്ന ശീലത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അതിനെ നല്ല രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ നമുക്ക് എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ? തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. കാരണം നല്ല വാക്കുകൾക്കും നല്ല പ്രവൃത്തികൾക്കും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ഓരോ ചിട്ടയായിട്ടുള്ള രീതികളിലൂടെയും നമുക്ക് അവരെ തിരിച്ച് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ എന്നോട് വിളിച്ച് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ ഈ ആൾ കേൾക്കുമെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കും, കുഴപ്പമൊന്നുമില്ല, കേട്ടിട്ടും അയാൾ ഈ പ്രവൃത്തി തന്നെ ചെയ്യും. അപ്പോൾ ഒരു വട്ടം കൂടെ നിനക്ക് എന്നെ വിളിച്ച് പറയാൻ പറ്റില്ല, ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ നീ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും, പിന്നീട് എന്താണ് പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് നിനക്ക് അടുത്ത മാർഗം എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കാനും സാധിക്കും. അതായത് നിനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ലോകത്ത് നിന്നോളം വലുതായിട്ട് ആരാണുള്ളത് സുഹൃത്തുക്കളെ? ഈ ലോകത്താർക്കും സാധിക്കാത്ത കാര്യങ്ങൾ നിൻ്റെ പ്രശ്നങ്ങളായിരിക്കയാൽ മറ്റൊരാൾക്ക് അതിലേക്ക് കൈകടത്താൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും ആ ഒരു അട്ടഹാസത്തിനോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയ ശബ്ദമായിരിക്കത്തില്ല നിൻ്റെ ശബ്ദം വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിന് സത്യമുണ്ട്. അതുകൊണ്ട് നീ വിളിക്കേണ്ടതില്ല, നിന്നാൽ മാത്രം മതി. ഉറച്ച നിലപാടോടുകൂടി തന്നെ നീ നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വാക്കുകൾക്ക്
വളരെയധികം ശക്തിയുണ്ട്. വാക്കുകളുടെ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ഇതിനോടനുബന്ധമായിട്ട് നമ്മുടെ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ കമൻറ്റിലൂടെ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങളുടെ കമൻറ്റിന് റീപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് വാക്കുകളുടെ ശക്തി എന്ന ആ ഒരു ഭാഗം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട്, അത് എങ്ങനെയൊക്കെ പ്രയോഗിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ, വാക്കുകളേക്കാൾ വലിയ ഒരു അസ്ത്രം ഈ ലോകത്തില്ല. നമ്മളൊക്കെ കണ്ടിട്ടും ഒക്കെ ഉണ്ടല്ലോ, ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മശീർഷാസ്ത്രം, അതുപോലെ തന്നെ ഒരുപാട് അസ്ത്രങ്ങൾ, വിനാഗം പോലുള്ള വലിയ വലിയ അസ്ത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനേക്കാളെല്ലാം വലിയ ശക്തിയുള്ള അസ്ത്രമാണ് വാക്കുകളുടെ ശക്തി. അതുകൊണ്ടാണല്ലോ ഈ വലിയ വലിയ ദേവന്മാർ പോലും ഒരിക്കലും മുനിമാരോടൊന്നും പോയി ശപിக்க സാധ്യതയുള്ള മുനിമാരോടെ മുമ്പിലൊന്നും പോയി നിന്നു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളുടെ ശക്തി എന്ന് വെച്ചാൽ അത്രത്തോളം വലുതാണ്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ അവസാന നിമിഷവും ആ ആത്മഹത്യയ്ക്ക് അയാളുടെ കഴുത്തിലേക്ക് കയറ് മുറുകുമ്പോഴും അയാൾ ഓർത്തിട്ടുണ്ടായിരിക്കുക ഏതെങ്കിലും ഒരാളുടെ ഒരു വാക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ രക്ഷപ്പെട്ട് ആ ലെവലിൽ നിൽക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും ഓർക്കുന്ന, അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചിട്ടുള്ള മറ്റൊരാളുടെ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ജീവിതം പുതുതായിട്ട് തുടങ്ങാം. ഒരു സ്ത്രീയുടെ പുനർജന്മമാണിത്. കുടുംബത്തിൻ്റെ രക്ഷയാണ് ഒരു സ്ത്രീയുടെ പുനർജന്മം. ഒരു സ്ത്രീ അവിടെ ചവിട്ടി തേക്കപ്പെടുകയാണെങ്കിൽ ആ വീട്ടിൻ്റെ വിളക്കണഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും സങ്കടങ്ങളും ദുഃഖങ്ങളുമായിട്ട് ഇങ്ങനെ പേറി ജീവിക്കുന്ന ഒരു ജീവിതം കളയാനും വയ്യ, കളഞ്ഞിട്ട് പോകാനും വയ്യ. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അപഗണന, സ്വന്തം വീട്ടിലേക്ക് ചെന്നാലും അപഗണന. അത്രത്തോളം എന്താ പറയുക, ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അവിടെയും വേണ്ട ഇവിടെയും വേണ്ട കളഞ്ഞിട്ടേക്കുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് തുല്യ അവകാശമുണ്ടെന്ന് പലപ്പോഴും വാദിക്കുമ്പോഴും തുല്യരാണെന്ന് പലപ്പോഴും പറയുമ്പോഴും എല്ലാം ഈ എന്താ പറയുന്ന ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കാരണം എല്ലാ വ്യക്തികളുടെയും അമ്മ ഒരു സ്ത്രീയാണ്, ഭാര്യ ഒരു സ്ത്രീയാണ്, മകളൊരു സ്ത്രീയാണ്. അങ്ങനെ എല്ലാവർക്കും സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അടുത്ത് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു വിഭാഗത്തെ മാത്രം ഞങ്ങളാണ് കേമന്മാരെന്ന് പറഞ്ഞിട്ട് അടിച്ചു തള്ളി താഴെയിടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ തുല്യ അവകാശത്തെക്കുറിച്ചല്ല നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടത്, ആദ്യം രക്ഷയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടതുള്ളത്. ആദ്യം നിങ്ങൾ പിടിക്കുന്ന പിടിയിൽ കാര്യങ്ങൾ നിൽക്കാനുള്ള കഴിവ്, നിർത്താനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ആണുങ്ങൾ വളരെ ശക്തന്മാരാണ്. നിങ്ങൾക്ക് അവരോട് ഒരിക്കലും ആണുങ്ങളുടെ ശക്തിയോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ സാധിക്കത്തില്ല എന്ന് അതിന് അർത്ഥമില്ല. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. എന്നിരുന്നാലും അതിന് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് പ്രകടമായി തന്നെ നിങ്ങളുടെ മുന്നിൽ വരും. കാരണം അത്രത്തോളം ബുദ്ധിശക്തി നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്പോഴെല്ലാം പല സ്ത്രീകളൊക്കെ പറയാറുണ്ട്, എൻ്റെ ജീവിതം കഴിഞ്ഞു, എൻ്റെ ജീവിതം അവസാനിച്ചു, എനിക്കിനി വേറെ വഴിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. അത് നിൻ്റെ കയ്യിൽ പുനർജന്മവും കാത്തിരിക്കുകയാണ്. നിൻ്റെ കൈ കൊണ്ട്, നിൻ്റെ ചിന്തകൾ കൊണ്ട്, നിൻ്റെ വിരൽ ഒന്ന് തൊട്ടാൽ നിനക്കൊരു പുനർജന്മം ഉണ്ടാകുന്ന പുനർജന്മവും കാത്ത് നിൻ്റെ ജീവിതം കാത്തിരിപ്പുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി, ഇന്ന് വരെ സഹിച്ചതൊന്നും ഒരിക്കലും വെറുതെ അല്ല. ആ സഹനം നിനക്കൊരു ബോധം തന്നിട്ടുണ്ട്. ആ സഹനത്തിൽ നിന്ന് സത്യത്തിൽ നിനക്കൊരു ശക്തി ഉണ്ടായിട്ടുണ്ട്. ലോകം എങ്ങനെ ഇരുന്നാലും വെളിച്ചം നിൻ്റെ ഉള്ളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തിനോട് നീ നിന്നോട് സംസാരിച്ച് തുടങ്ങുക, നീ നിന്നെ അറിഞ്ഞു തുടങ്ങുക. ഒരു ജീവിതം അത് പുനർജന്മം കൊള്ളുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രമല്ല, അത് ചെറിയ ചിന്തകളിൽ തുടങ്ങും. എനിക്ക് സന്തോഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം അത് തന്നെയാണ് നിൻ്റെ പുനർജന്മത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് നീ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാണോ നീ പൂർണ്ണമായിട്ട് തകർന്നതായി തോന്നുന്ന ദിവസം, അന്ന് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ വാതിൽ തുറക്കുന്ന ദിവസവും എന്ന് നീ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിനക്കേറ്റ മുറിവുകൾ ഒരിക്കലും മറക്കരുത് നീ. അവയാണ് നിൻ്റെ ശക്തിയുടെ തെളിവ്. നീ വീണിടങ്ങൾക്കപ്പുറം നിലനിൽക്കാനാണ് ഈ ജീവിതം നിന്നെ വിളിക്കുന്നത്. നീ നിൻ്റെ മൗനം തകർത്തതുപോലെ നീ മൗനമായ ആത്മാവിനെ പുനർനിർമ്മിക്കണം. ഓരോ ദിവസവും കുറച്ച് സമയം നിനക്കായെങ്കിലും നീ മാറ്റിവെക്കാനെങ്കിലും ശ്രമിക്കണം. ഒന്നുകിൽ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം നിങ്ങൾ എന്തിനോടെങ്കിലും ഒരു കല്ലിനോടെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആശ്വാസം തന്നെയാണ്. ധ്യാനത്തിനും ശാന്തതയ്ക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം ജീവിതത്തിലുണ്ട്. ജീവിതം പുതുതായിട്ട് തുടങ്ങേണ്ട പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കലല്ല ഒരിക്കലും, അത് പുതിയ മനസ്സുണ്ടാക്കിയെടുക്കല ആണ് എന്ന് ഉള്ളൊരു സത്യം അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നീ മാറ്റം തുടങ്ങുമ്പോൾ ലോകം തന്നെ നിനക്കൊപ്പം
മാറി തുടങ്ങും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. കുട്ടികളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി തെളിയും. വീടിൻ്റെ അന്തരീക്ഷം സമാധാനത്തോടെ ആയി മാറും. അവൻ പോലും ആ വെളിച്ചം കാണും. ആ വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും മദ്യത്തിൻ്റെ ഇരുട്ട് അവനെ മോചിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. നീ പുനർജന്മം പ്രാപിക്കുന്നത് നിൻ്റെ ആത്മാവിൽ, നിൻ്റെ ഉറച്ച തീരുമാനത്തിൽ, നിൻ്റെ ധൈര്യത്തിൽ കൂടെയാണ്. നീ ഇനി മദ്യപാനിയുടെ ഭാര്യയല്ല എന്ന് നീ സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ നീ ജീവിതത്തിൻ്റെ വീരയോദ്ധാവാണ്. നിൻ്റെ കണ്ണുനീർ ദുഃഖമല്ല, ശുദ്ധീകരണമാണ്. ആ കണ്ണുനീർ കഴുകിയിട്ടുള്ള മനസ്സിൽ നിന്നാണ് ഒരു പുതിയ പ്രഭാതം ഉണ്ടാകുന്നത്. ഓരോ ദിവസവും നിനക്ക് പുതിയ അവസരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാണ് നിൻ്റെ പുതിയ തുടക്കം. നീ നടക്കൂ മന്ദഗതിയിൽ, എന്നാൽ ഉറച്ച മനസ്സോടെ തന്നെ ആയിരിക്കണം. ഒരിക്കലും നടക്കാതിരിക്കാൻ പാടില്ല. നീ ഒരുപാട് ക്ഷീണിച്ചോ, നീ ഒരല്പം വിശ്രമിച്ചിട്ട് വീണ്ടും നടത്ത് തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം ലക്ഷ്യത്തിലേക്ക് നീ എങ്ങനെ നീങ്ങിയാലും, ഇരുന്ന് നിറങ്ങിയാൽ പോലും നിനക്ക് നിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരിക്കൽ സാധിക്കുന്നതാണ്. എന്നാൽ നിൻ്റെ വേഗത എത്രത്തോളമാണോ അത്രത്തോളം വേഗത്തിൽ നിനക്ക് എത്താൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പുനർജന്മം നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് നീ ഇതിനു വേണ്ടി തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, നീ ഒരു വെളിച്ചമാണ്. ഈ ലോകം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിൻ്റെ കുട്ടികൾ നല്ല സന്ദേശങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ വരും തലമുറയിലുള്ള കുട്ടികൾക്കും നിൻ്റെ കുട്ടികൾ മാതൃകയാകുമെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ശ്രേഷ്ഠമായ ജീവിതം തന്നെയാണ് നിൻ്റെ കുട്ടികളുടെ മുമ്പിൽ കാഴ്ചവെച്ചത് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ ലോകം നാളത്തേക്കുള്ള തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ സന്നദ്ധമായിക്കൊണ്ട് തന്നെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നശിക്കാനിരുന്ന ഒരു മനുഷ്യനെയും നശിക്കാനിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെയും നിൻ്റെയും കുട്ടികളെയും എല്ലാം നന്മയുടെ പാതയിലേക്ക് നടത്തിക്കൊണ്ട് നല്ലതാക്കി മാറ്റിക്കൊണ്ട് നീ ഈ ലോകത്ത് എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സാധാരണ ജീവിതം ജീവിച്ച് ആരും അറിയപ്പെടാതെ മരിച്ചു പോയവരെക്കാൾ നീ എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായി തന്നെയാണ് നിൻ്റെ ജീവിതം നീ ജീവിക്കുന്നത് എന്ന് സത്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓർക്കുക, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ അല്ല, നിങ്ങൾക്ക് ആവശ്യമായത് മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ഇത്രത്തോളം സമയം വ്യർത്ഥമായി പോകും, യാതൊരു അർത്ഥമില്ലാതായി പോകും. എന്നാൽ എൻ്റെ ഈ സന്ദേശത്തിലൂടെ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. മദ്യപാനം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാരണമായിട്ട് നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്, കടിഞ്ഞാണിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നൂല് പൊട്ടിയ പട്ടമായി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഈ ഒരു മദ്യത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കടിഞ്ഞാണിടാനാണ് പോകുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ട കടിഞ്ഞാൻ എത്രത്തോളം ശക്തമായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ആ ഒരു ശീലത്തിൽ നിന്ന് തിരിച്ച് പിടിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വലിയ വ്യൂ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കാണുന്നവർ ഒരാളോ രണ്ട് പേരോ ആണെങ്കിലും ഈ വീഡിയോ മൊത്തമായിട്ട് ഇതുവരെ ഞാൻ പറയുന്ന ഈ വാക്യങ്ങൾ വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ അറിയേണ്ടതെന്ന് പറയണം. നിങ്ങളുടെ അവസ്ഥകൾ പറയണം. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നും പറയണം. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന്, നമ്മളുടെ ആകർഷണ നിയമത്തെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല അറിവുള്ള ആളുകളെ കൊണ്ടാണ് നമ്മൾ ആ വീഡിയോകളെല്ലാം ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മാറ്റങ്ങളുടെ എല്ലാം തുടക്കം ഒരു പക്ഷേ ഇവിടെ നിന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ ധന്യമായി മാറട്ടെ. നല്ല സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് അധികമായി പോകുന്നത് കാരണമായിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദിയും ഒക്കെ അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ഉറച്ച ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ഞാനും വെറുതെ ജീവിച്ച് മരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിനും ഒരർത്ഥം തീർച്ചയായിട്ടും ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഞാൻ കാരണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകണം എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും മറ്റുള്ളവരുടെ നന്മയെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നന്മ ഒരുപാട് മറ്റുള്ളവർ നന്മ പ്രതീക്ഷിച്ചു നിങ്ങൾ എന്ത് ചെയ്താലും അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.